അമ്മയുടെ നവീകരണ കർമ്മങ്ങൾ നടക്കുന്ന സമയത്ത്, മഹാദേവന്റെ ദ്രവ്യാഴ്ച നടക്കുന്ന സമയത്ത് ഇങ്ങനെ വരാനും പ്രഭാഷണം എന്നുള്ള ഭാവത്തിലേക്ക് ആവുന്നറിയില്ല. നമുക്ക് കുറച്ച് സമയം അമ്മയെക്കുറിച്ച് സംസാരിക്കാം എന്നുള്ളത് മാത്രമാണ് കരുതുന്നത്. അതിന് മുമ്പായിട്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു കീർത്തനം അമ്മയ്ക്ക് ഇന്ന് സമർപ്പിച്ച എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് മണിയണ്ണനോടുള്ള അദ്ദേഹത്തിൻ്റെ ഭാഷയുള്ള നന്ദി അറിയിക്കുന്നു. വിവാഹത്തിന് അനുഗ്രഹം മണിയണ്ണൻ എപ്പോഴും ഉണ്ടാവട്ടെ. കൊള്ളന്നൂരിലെ കാർത്യായനി ഭഗവതിയുടെ അനുഗ്രഹം എപ്പോഴും മണിയണ്ണൻ ഓൾറെഡി ഉണ്ട്. ഇവിടെ കൈപ്പറമ്പ് അദ്ദേഹത്തിൻ്റെ തട്ടാൻ കൂടിയാണെന്ന് പറഞ്ഞ് അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. അപ്പം ഞാനിങ്ങനെ അതിൻ്റെ ലിറിക്സ് നോക്കിയപ്പോൾ വളരെ ഗംഭീരമായിട്ട് തിരുമേനി എഴുതിയിട്ടുണ്ട്. നിങ്ങളതിൻ്റെ മണിയണ്ണൻ വളരെ മനോഹരമായിട്ട് സംഗീത സംവിധാനം ചെയ്തുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മളതിൻ്റെ ആ ഈണത്തിൽ അങ്ങനെ അലിഞ്ഞു പോകുന്ന സമയത്ത് അതിൻ്റെ ലിറിക്സ് കൂടെ നോക്കിയാൽ ഞാനിവിടെ പറയായിരുന്നു. അപ്പം കൈപ്പേറുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത് മാറ്റിത്തരുന്നവളാണ് കൈപ്പറമ്പ് കാലത്ത് ഭഗവതി എന്നാണ് എഴുതിയിരിക്കുന്നത്. മനോഹരമായിട്ടുള്ളൊരു വരികളെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ഈണം കൊണ്ട് ഇവിടെ ഒരു സൃഷ്ടിയുടെ ഭാഗത്തിൽ അമ്മയ്ക്ക് സമർപ്പിച്ച മണിയണ്ണനെ ഒരിക്കൽ കൂടി നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ അഭിനന്ദിക്കുന്നു. എല്ലാ അനുഗ്രഹവും അദ്ദേഹം എല്ലാവരുടെയും പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഇന്നേ ദിവസം അമ്മയുടെ കലശചടങ്ങുകളുടെ 2ാം ദിവസമാണ്. ഇവിടെ രാവിലെ ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള ആളുകൾ അമ്മയോട് തൊഴുന്നുണ്ട്. ഞാൻ വന്ന സമയത്തുള്ള മത്സരം നടന്ന സമയമായിരുന്നു. ഒരു നവീകരണ കലശം നടക്കുന്ന സമയം ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ആ ക്ഷേത്രം വീണ്ടും അതിൻ്റെ ഏറ്റവും ഔന്നിത്യത്തിലുള്ള ഊർജത്തിലേക്ക് തിരിച്ചുപോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. കലശം എന്നുള്ള വാക്കിന് തന്നെ പല മാനങ്ങൾ പറയാറുണ്ട്. കലകൾ ശയിക്കുന്നത് കൊണ്ട് കലശം എന്നാണ് ഭാവം. ഏത് കല നമ്മൾ ഉദ്ദേശിക്കുന്ന ഭരതനാട്യം അങ്ങനത്തെ കലകളല്ല. ഒരു ക്ഷേത്രത്തിൽ വരുമ്പോൾ നമ്മൾ എത്രയൊക്കെ ആധ്യാത്മികതയുടെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞാലും നമ്മൾ ക്ഷേത്രത്തിൽ വരുന്നത് സ്വാഭാവികമായിട്ടും നമ്മുടെ ആവശ്യങ്ങൾ ഈശ്വരനോട് പറയാനും ആ ആവശ്യങ്ങളൊക്കെ ഈശ്വരൻ നമുക്ക് നടത്തി തരും എന്നുള്ള ഭാവത്തിലുമാണ്. അല്ലാതെ ഭക്തി ഉണ്ടാവണേ ഭഗവതി എന്ന് പറഞ്ഞ് എത്ര പേർ ഗുരുവായൂരും ഇവിടേക്ക് വരുന്നത് ഞാൻ എന്തായാലും പോകാറില്ല. ആവശ്യങ്ങൾ ചോദിക്കാനുണ്ട് അല്ലെ, സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്. 42 വയസ്സ് കഴിഞ്ഞിട്ട് കല്യാണം നടക്കാത്ത ഒരാൾ എനിക്ക് അന്ന് മാത്രമേ ശരണമെന്ന് പറയാറുണ്ടോ? ഒരു പെൺകുട്ടിക്ക് എന്റെ ജീവിതത്തിലേക്ക് വരണ ഗുരുവായൂരാണ് മാത്രമേ. അത് തെറ്റായിട്ട് എങ്ങനെയാണ് വ്യാഖ്യാനിക്കാൻ സാധിക്കാൻ എനിക്കറിയില്ല. ആഗ്രഹങ്ങൾ ചോദിക്കരുത്, ഭക്തി മാത്രം. അത് കുറെ കൂടെ ഉയർന്ന തലത്തിലെത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെയായിട്ട് മാറും. നമ്മളൊക്കെ സാധാരണക്കാരാണ്. സാധാരണക്കാർക്ക് ഈശ്വരനിൽ നിന്ന് പലതും നേടിയെടുക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള നമ്മൾ ഇവിടെ കൈപ്പറമ്പ് വന്ന് അമ്മേ എനിക്ക് ഒരു ജോലി ശരിയാക്കി തരണേ, അമ്മ എൻ്റെ വിവാഹം വളരെ പെട്ടെന്ന് നടക്കണേ, എൻ്റെ ഗൃഹത്തിന്റെ ജോലി വീടുപണി പെട്ടെന്ന് നടപ്പിലാക്കി തരണേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ പ്രാർത്ഥനയ്ക്ക് അനുകൂലമായ തരത്തിൽ ദേവിയുടെ അനുഗ്രഹ കല ഒന്നുണ്ട്. ദേവി അനുഗ്രഹിക്കണം. ആ അനുഗ്രഹിക്കാനുള്ള ചൈതന്യം ദേവിയിൽ ഉണ്ടായിരിക്കണം. കാലക്രമേണ നടക്കുന്ന പലതരത്തിലുള്ള ശോഷണങ്ങൾ കൊണ്ട് ഈ ക്ഷേത്രം ഉണ്ടായ സമയത്തോ അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഒരു കലശം നടന്ന സമയത്തോ ഉള്ള ചൈതന്യമായിരിക്കില്ല ഇപ്പോ ദേവിയിൽ ഉണ്ടാവുക. അതിനെക്കുറിച്ച് നമുക്ക് പറയാം. അപ്പൊ ആ ചൈതന്യത്തിലുണ്ടായ കുറവ് അനുഗ്രഹത്തെയും ബാധിക്കും. പൂർവാവസ്ഥയിൽ വീണ്ടും ദേവിയുടെ ചൈതന്യം എത്തിയാൽ മാത്രമേ പൂർണ്ണമായിട്ടും നമ്മൾ പറയുന്ന ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ തന്നെ അർഹതയുള്ളതാണെങ്കിൽ നടത്തിത്തരാൻ ഭഗവതിക്ക് സാധിക്കുള്ളൂ. അതുകൊണ്ട് ഭഗവതി തന്നെ വീണ്ടും അമ്മയുടെ ശക്തി സംഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കലശം ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ജീവനാഡിയാണ്. ഇവിടെ നിങ്ങൾ ഇത്രയും പേർ അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ ഉൾപ്പെടെ എല്ലാവരും കലശത്തിന് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നത് കാണുമ്പോൾ എനിക്ക് വളരെ 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 സന്തോഷമുണ്ട്. കാരണം എന്നെ പല സ്ഥലങ്ങളിലും കലശ സമയത്ത് പ്രഭാഷണങ്ങൾക്ക് വിളിക്കുമ്പോൾ പൊതുവിൽ കേട്ടിട്ടുള്ള ഒരു അഭിപ്രായം എന്ന് പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള ഭക്തജനങ്ങളോട് കലശ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു മനോഭാവവും ഉത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ടാവുന്ന മനോഭാവവും രണ്ടും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഉത്സവത്തിൽ നമുക്ക് എല്ലാവർക്കും വളരെയധികം താല്പര്യമാണ്. ഉത്സവത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു വികാരമായിട്ട് നമ്മൾ കണക്കാക്കുന്നുണ്ട്. പക്ഷെ കലശം എന്ന് പറയുമ്പോൾ പലരുടെയും ധാരണ അല്ല അവിടെ എന്തൊക്കെയോ ബ്രാഹ്മണരെ പൂജയൊക്കെ ചെയ്യുന്നു, പല ഹോമമൊക്കെ നടക്കണം, നമ്മൾ അതിലേക്ക്
പോകേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ക്ഷേത്രം ഉണ്ടെങ്കിലാണ് ഉത്സവാദി ചടങ്ങുകളെല്ലാം തന്നെ. ക്ഷേത്രം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, ക്ഷേത്ര ചൈതന്യം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും കലശം നടന്നേ സാധിക്കുന്നു. അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലും നിങ്ങളുടെ എല്ലാവരുടെയും പങ്കാളിത്തം ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ഇനി ഉണ്ടാവട്ടെ എന്ന് അമ്മയോട് പ്രാർത്ഥിക്കുകയാണ്. കാരണം അമ്മ വീണ്ടും അമ്മയുടെ ഒരു എന്താ പറയുക റിജുവിനേഷൻ എന്ന് പറയും. നമ്മൾ ഈ കർക്കിടക മാസ പാക്കേജ് കണ്ടല്ലോ അല്ലെ, ഇത്രയും കാലം ഉണ്ടായിട്ടുള്ള ശരീരത്തിലെ മോശം സാധനങ്ങളൊക്കെ മാറ്റി ഏറ്റവും നല്ലത് മാത്രം ശരീരത്തിലേക്ക് എടുത്ത് വീണ്ടും നമ്മൾ ഒരു കുറെ കാലം കൂടി ഓടാനുള്ള ഒരു എനർജി സംഭരിക്കുക. അതുപോലെ ദേവി ഈ സമയത്ത് അമ്മയുടെ ആ ചൈതന്യത്തെ അമ്മ സ്വയം അമ്മയിലേക്ക് ആവാഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതിനു വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പോയിട്ടൊരു ആവശ്യം ഭാവിയിൽ അമ്മയോട് ചോദിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് തോന്നണം, ഞാൻ ഇവിടെ ഇങ്ങനെ അവസ്ഥയിലിരിക്കുന്ന സമയത്ത് ഇവരൊക്കെ എന്നെ അവിടെ കണ്ടിട്ടുണ്ട്. അല്ലാണ്ട് ആവശ്യം വരുമ്പോൾ മാത്രം എൻ്റെ അടുത്തേക്ക് വരുന്ന ആൾക്കാരല്ല എൻ്റെ ആളുകൾ. അതുകൊണ്ട് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ് ഈ സമയത്ത് നിർബന്ധമായിട്ടും അമ്മയെ പോയി കാണാന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ വളരെ ഗംഭീരമായിട്ട് ചെയ്യും. എനിക്ക് കാണുമ്പോൾ വളരെയധികം സന്തോഷമാണ്. ഇവിടെ ഈ അമ്മയുടെ ചൈതന്യത്തെ കുറിച്ചും അല്ലെങ്കിൽ അമ്മ നൽകുന്ന അനുഗ്രഹത്തെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ കേട്ടു. ഇപ്പൊ ഇവിടെ വന്നപ്പോൾ തന്നെ പറഞ്ഞു, വളരെ കുറഞ്ഞ സമയമാണ് നമുക്ക് ലഭിച്ചത് പല കാര്യങ്ങൾക്കും. അത് എനിക്കിവിടെ വരുമ്പോൾ അതിന്റെ റെപ്യൂട്ടേഷൻ ആണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞ് ഗോകുലത്തിന്റെ ചടങ്ങും അതുപോലെ തന്നെ ഈ കലശ ചടങ്ങ് നടത്താനായിട്ട് വളരെ കുറഞ്ഞ സമയം കിട്ടിയിട്ടും ഞങ്ങൾ വിചാരിച്ചതില്ല ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നത്. പക്ഷേ ഇപ്പൊ ഇവിടെ കിഷോറും മണിയും പറഞ്ഞു ഞങ്ങൾക്കും വളരെ കുറച്ച് സമയം കിട്ടിയോണ്ട് ഞങ്ങളും വിചാരിച്ചില്ല അത് നടക്കുന്നത്. അതും വളരെ പെട്ടെന്നാണ്. അമ്മ കലശത്തിന് മുമ്പ് തന്നെ ഈ അവസ്ഥയിലാണെങ്കിൽ ഈ കലശം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലങ്ങളെ കുറിച്ച് നിങ്ങളും ചിന്തിച്ചു. എത്രത്തോളം തേജസ്സാണ്, എത്രത്തോളം ചൈതന്യമാണ് ഈ ഭഗവതി നിറഞ്ഞിരിക്കുന്നത് എന്നുള്ളതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് പറയപ്പെടുന്ന ചൈതന്യത്തിന് ലോകം സംഭവിക്കുമ്പോൾ തന്നെ ഭഗവതി ഇത്രയധികം പവർഫുൾ ആണെന്നുണ്ടെങ്കിൽ ഇനി അമ്മയ്ക്ക് നമ്മൾ ആ ചൈതന്യം കൂടി കൊടുക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉണ്ടാവുന്ന റിസൾട്ട് എത്രത്തോളം വേഗമായിരിക്കും മനസ്സിലാക്കും. അമ്മ നമുക്ക് വേണ്ടി അമ്മ വീണ്ടും ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് നമുക്ക് അമ്മയുടെ ഈ കലശ ചടങ്ങുകളുടെ ഭാഗമാവേണ്ട ഉത്തരവാദിത്തമുണ്ട്. ഞാൻ അന്ന് പോവാം ഉത്തരവാദിത്തം എന്നുള്ള ടേമാണ് ഉപയോഗിച്ചത്. കാരണം ഇതൊരു ദേവീക്ഷേത്രമായതുകൊണ്ടും ഇവിടെ ഇരിക്കുന്നത് ഭദ്രകാളി ഭാവത്തിലുള്ള ഒരു ഭഗവതി ആയതുകൊണ്ടും പ്രത്യേകിച്ച് ഭഗവതി ആയതുകൊണ്ടും ഈ ഭഗവതിയും ഈ തട്ടകത്തുള്ള ആളുകളും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ദേവിയും ഭക്തനും തമ്മിലുള്ള ബന്ധമല്ല, മറിച്ച് ഞാൻ ഒറ്റയ്ക്ക് പറയുക, ഈ തട്ടകത്തുള്ള ആളുകളും ഭഗവതി തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും?